ഒരു 5 മാസം മുന്നേ എന്നോട് ചോദിച്ചായിരുന്നെങ്കിൽ ഞാൻ പറയും റീഡിംഗ് റൂം എനിക്ക് തീരെ താല്പര്യമില്ല. കാരണം എക്സ്പെൻസീവ് ആണല്ലോ എന്ന്. പക്ഷേ ഇപ്പോൾ ഒരു സമയത്ത് നോക്കുമ്പോൾ എനിക്ക് റീഡിംഗ് റൂം ഇല്ലാതെ പഠിക്കാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. ഐ എം വിനായക്, യു വാച്ചിങ് UPSC Vault ആൻഡ് ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഇങ്ങനൊരു വ്ളോഗ് എനിക്ക് പൊതുവെ ചെയ്യാൻ താല്പര്യമില്ലാത്തതാണ്. എന്നാൽ ഞാൻ വിചാരിച്ചു ഒരു ട്രൈ നോക്കാം. യൂഷ്വലി ഒരു 6 മണിക്ക് എഴുന്നേറ്റ് 7 മണിയോടെ റീഡിംഗ് റൂമിലേക്ക് പോകാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതങ്ങ് ലേറ്റായിപ്പോയി. എന്തായാലും ഞാൻ പോകുന്നത് ഒരു 10 മിനിറ്റ് മാത്രമേ എനിക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ. സോ ഇറ്റ്സ് ഓക്കെ. ഞാൻ ഒറ്റയ്ക്കല്ല പോവാറ്. എൻ്റെ കൂടെ എൻ്റെ റൂംമേറ്റായ അമലും എപ്പോഴും ഉണ്ടാവാറുണ്ട്. നമ്മൾ റീഡിംഗ് റൂം തുടങ്ങിയിട്ട് ആകെ ഒരു 1 വീക്ക് ആവുന്നതേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമ്മുടെ റൂട്ടീൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്. ഞാനിപ്പം ആര് ചോദിച്ചാലും പറയും നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ റീഡിംഗ് റൂം എടുത്തോ എന്നുള്ളതാണ്. ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഒരു 2 മിനിറ്റ്സും കൂടി നടന്നു കഴിഞ്ഞാൽ റീഡിംഗ് റൂം എത്തും. റീഡിംഗ് റൂം എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു എക്സ്പെൻസീവ് സൈഡാണെന്ന് പലരും വിചാരിക്കുമെങ്കിൽ പോലും 1800 റുപ്പീസ് ആണ് മന്ത്ലി വരുന്നത്. പക്ഷേ നമുക്ക് ഈ തിരുവനന്തപുരത്ത് ഇതുപോലത്തെ ഒരു റീഡിംഗ് റൂം കിട്ടുക എന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. കാരണം പഠിക്കാൻ പ്രോപ്പർ സ്പേസ് ഇല്ലെങ്കിൽ നമ്മുടെ പഠനം മൊത്തം കയ്യിൽ നിന്ന് പോയി പോകും. എൻ്റെ റീഡിംഗ് റൂം തുടങ്ങിയിട്ട് ആകെ 1 or 2 months ആവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്ര തിരക്കുമില്ല. നമ്മളൊരു രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ. നമ്മൾ പോയിട്ട് ലൈറ്റ് ഓൺ ചെയ്യണം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു സമയത്ത് നല്ല തണുപ്പിലൊക്കെ ഇരുന്ന് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ആസ് ഓൾവേസ് AC ഉണ്ട്, ഈ ലൈറ്റ്സ് ഉണ്ട്, പ്രോപ്പറായിട്ട് നല്ല ചെയറുകളുണ്ട്, എല്ലാം പുതിയ ഐറ്റംസ് ആണ്. എന്താല്ലേ റീഡിംഗ് റൂം എന്നുള്ളൊരു കോൺസെപ്റ്റ് പോലും അറിയാത്ത ഞാനാണിപ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ റീഡിംഗ് റൂമിലിരിക്കുന്നത്. ഒരു 5-8 മണിക്കൂർ ഇരിക്കണം എന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ കഷ്ടിച്ചൊരു 4 മണിക്കൂറൊക്കെ പ്രോപ്പർ പഠിത്തം നടക്കുന്നുള്ളൂ. എന്തായാലും ഇതാണ് റീഡിംഗ് റൂം. കണ്ടു, ഇത്രയും ക്യാബിൻസ് ആണുള്ളത്. മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു ഒരു 10-150 ക്യാബിൻസ് എന്തായാലും കാണും. ഇനിയിപ്പം ഞാൻ ബാക്കി കാണിച്ചു തരാം. ഞാൻ പറഞ്ഞില്ല, ഇത് കണ്ടോ, രാവിലെ ആയതുകൊണ്ട് തന്നെ ആരുമില്ല. അതുപോലെ തന്നെ പുതിയതായതുകൊണ്ടും അത്ര ആൾക്കാർ മാത്രമേ പോകുള്ളൂ. അറൗണ്ട് ഒരു 100 പീപ്പിൾ ഓൾറെഡി ഉണ്ട്. എന്നാലും അവരുടെ ടൈമിങ്സ് ഒക്കെ ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ്. ആൻഡ് നമുക്ക് നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചുകൊണ്ട് പഠനത്തിലേക്ക് കടക്കണമല്ലോ. ഇവിടെ ഒരു മണ്ടത്തരം പറ്റി ഞാൻ കാണിച്ചു തരാം. യൂഷ്വലി നമ്മുടെ ക്യാബിൻസിലൊക്കെ ഈ പറഞ്ഞ പോലെ ഒരു എക്സ്ട്രാ ലൈറ്റ് ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി പ്രോപ്പറായിട്ട് കാണാൻ. ഇവിടെ ഒരു പറ്റിപ്പോയതാണ്. ഈ പറഞ്ഞ പോലെ ഫ്ലിക്കറിങ് ഒക്കെ വന്നു. പക്ഷെ അത് പിന്നീട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടോ. അത് വീഡിയോയിൽ മാത്രമേ ഉള്ളൂ, അല്ലാതെ ഒന്നും കാണത്തില്ല. എന്തായാലും ഇത്രയൊക്കെയാണ്. ഞാനിനി പഠിക്കാൻ നോക്കട്ടെ. നിങ്ങളും നിങ്ങളുടെ സമയങ്ങളിൽ പോയി പഠിക്കുക. ഇത് എത്ര കാലം കണ്ടിന്യൂ ചെയ്യുമെന്ന് അറിഞ്ഞൂടാ. പ്രോപ്പറായിട്ടൊരു വ്ളോഗാണോ എന്ന് ചോദിച്ചാൽ അല്ല. എന്നാലും ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഓൾവേസ് കീപ് യുവർ സെൽഫ് ഹൈഡ്രേറ്റഡ്, അത് മറക്കരുത്. AC-യിലൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളമൊക്കെ കുടിക്കാൻ മറന്നുപോയേക്കാൾ, തണുപ്പൊക്കെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തായാലും ഒന്നും കൂടി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ പഠിക്കുക. പിന്നെ സമയം കളയരുത്. ഞാനും സമയം കളയുന്നില്ല. ഉള്ളതിലൊരു 10 മിനിറ്റ് വീഡിയോ എടുക്കാനും പിന്നെ ഒരു 10 മിനിറ്റിൽ റെക്കോർഡിങ്ങും ആക്കി അപ്ലോഡ് ചെയ്യാമെന്നതാണ് എൻ്റെ പ്ലാൻ. പിന്നെ എന്തെങ്കിലുമൊക്കെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക. പുതിയ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിനെക്കുറിച്ചൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുക. പിന്നെ റീഡിംഗ് റൂമും അല്ലെങ്കിൽ പഠനമൊക്കെ എങ്ങനെ പോകുന്നുള്ള ആൾക്കാരെ അറിയിക്കുക. ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്ലാൻ. സോ എൻ്റെ പരിപാടി ഇപ്പോൾ തീരുകയാണ്. I'm Vinayak, UPSC Vault, and keep on watching. I will keep you updated. Do not give yourself up. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ, take care, have a wonderful day. Bye bye.